നമസ്കാരം. ക്യാപ്റ്റൻ ന്യൂസിലേക്ക് സ്വാഗതം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി സ്വന്തം വ്യാപാരികളെ വഞ്ചിച്ച് കോടികൾ തട്ടുന്ന ഒരു കഥ ഞാൻ കഴിഞ്ഞയാഴ്ച നിങ്ങളോട് പങ്കുവച്ചിരുന്നു. സ്വന്തം വ്യാപാര സമൂഹത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന വിവരം അതേ സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലുള്ള താഴെത്തട്ടിലുള്ള യാതൊരുവിധ പ്രവർത്തകരും അറിയുന്നില്ല എന്നുള്ള വ്യക്തമായ വിവരം കൂടി ഈ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവമേറിയ കാര്യം. താഴെത്തട്ടിലുള്ളവർ ഈ വിഷയങ്ങൾ അറിഞ്ഞാൽ തന്നെ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ കൊള്ള എന്നേ പുറത്തു കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അവരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഇവർക്ക് 10-14 വർഷമായി ഈ സംഘടനയെ കൈവശം വെച്ചുകൊണ്ട് സർക്കാരിനെ കൂടി വെട്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവമേറിയ മറ്റൊരു കാര്യം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രജിസ്റ്റർ നമ്പർ 262/81 സംഘടന നടത്തിപ്പോരുന്ന വിവിധ പദ്ധതികളിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ GST വെട്ടിപ്പ് നടക്കുന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2017 മുതൽ ജീവകാരുണ്യ ക്ഷേമ പദ്ധതി എന്ന പേരിൽ ലോട്ടറി മാതൃകയിൽ ഒരു ചിട്ടിയിടപാട് നടത്തുന്നുണ്ട്. 28% GST വരുന്ന നറുക്കെടുപ്പ് വിഭാഗത്തിൽപ്പെടുന്ന ഈ പദ്ധതിയിൽ നിന്നും 1000 കോടിയിലധികം രൂപയുടെ ക്രയവിക്രയമാണ് പ്രസ്തുത സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നടന്നു പോരുന്നത്. പ്രസ്തുത പദ്ധതികളിലൂടെ പിരിച്ചെടുത്ത തുകയുടെ 28% GST ആയി സർക്കാർ ഖജനാവിലേക്ക് ലഭിക്കേണ്ടതാണെന്നും ആയത് സാമാന്യ ജനതയുടെ ഉന്നമനത്തിനായി സർക്കാരിന് വിനിയോഗിക്കേണ്ടതാണെന്നും ഓർമ്മപ്പെടുത്തുന്നു. GST വകുപ്പിലെയും സർക്കാരിലെയും ഉന്നതരുമായി പ്രസ്തുത സംഘടന നേതൃത്വത്തിലുള്ളവരുടെ വ്യക്തിബന്ധമാണ് ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പിന് ഇവർക്ക് തുണയാകുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. 2017 മുതൽ നാളിതുവരെ ഇത്തരത്തിൽ 3 പദ്ധതികൾ ആണ് നടത്തിയത്. രണ്ടാമത്തേതും മൂന്നാമത്തേതും പദ്ധതികൾ ഇപ്പോഴും തുടർന്നു വരികയാണ്. പ്രസ്തുത പദ്ധതിക്ക് സർക്കാർ അനുമതി ഇല്ലാത്തതിനാൽ പദ്ധതി നിർത്തിവെക്കുവാൻ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മുനിസിപ്പൽ കോടതി ഉത്തരവിറക്കിയിട്ടുള്ളതാണ്. 2022 ജൂലൈ മാസം പ്രസ്തുത ജില്ലാ കമ്മിറ്റിയെ തന്നെ നയിച്ചിരുന്ന ഭരണസമിതി പുറത്തിറക്കിയ പ്രവർത്തന റിപ്പോർട്ടിന്റെയും വരവ് ചെലവ് കണക്കിന്റെയും പകർപ്പ് പരിശോധിക്കാവുന്നതാണ്. പ്രസ്തുത വരവ് ചെലവ് കണക്കിന്റെ ഏറ്റവും ഒടുവിലത്തെ പേജിൽ ജീവകാരുണ്യ ക്ഷേമ പദ്ധതിയുടെ വരവ് ചെലവ് കണക്ക് സംക്ഷിപ്തമായി നൽകിയിട്ടുണ്ട്. പ്രസ്തുത കണക്കുകൾ പ്രകാരം ജീവകാരുണ്യ ക്ഷേമ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു 31,46,02,873 രൂപയുടെ വരവും അത്ര തന്നെ ചിലവും ഉണ്ടായി എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഓഡിറ്റ് ചെയ്ത കണക്ക് സമർപ്പിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഗൗരവമേറിയ കാര്യമാണ്. ഈ പദ്ധതിയുടെ നോട്ടീസുകൾ വഴി മനസ്സിലാക്കുന്നത് ഈ പദ്ധതി യഥാർത്ഥത്തിൽ നറുക്കെടുപ്പ് പദ്ധതി തന്നെയാണ്. നറുക്കെടുപ്പിൽ വലിയ ലാഭം പ്രതീക്ഷിക്കുന്ന ആളുകൾ മാത്രമാണ് ഈ പദ്ധതിയിൽ അംഗമാകുന്നത്. ഈ പദ്ധതിയിൽ അംഗമാകുന്ന ഒരാൾ 2000 രൂപ ആദ്യം അടച്ചാൽ ആദ്യ നറുക്കെടുപ്പിൽ അദ്ദേഹത്തിന്റെ പേര് വീണാൽ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ നൽകുകയും തുടർന്ന് മിച്ചമുള്ള 98,000 രൂപ അടയ്ക്കാതെ അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊരു പദ്ധതിയിൽ ചേരാൻ ധാരാളം ആൾക്കാർ ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ്. ഇപ്രകാരം ഭാഗ്യപരീക്ഷണം എന്നുള്ള നിലയിൽ നടത്തുന്ന ഈ പദ്ധതിയിൽ ലോട്ടറി നിയമപ്രകാരം 28% GST ഈടാക്കേണ്ടതാണ്. പ്രസ്തുത കണക്കുകൾ ഓഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് മേൽപ്പറഞ്ഞ വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റർമാരെ വിളിച്ചാൽ ഈ വിഷയത്തിൽ ഞങ്ങൾ ഓൾറെഡി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് കണ്ണൂരുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ടർ പറഞ്ഞത്. തിരുവനന്തപുരത്തുള്ള ഓഡിറ്റർക്കും അഭിപ്രായത്തിൽ വ്യത്യാസമൊന്നുമില്ല. മാത്രമല്ല ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടുകയില്ല, അത് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ ചോദ്യം ചെയ്താൽ മാത്രം പറയുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റർമാരെ വിലക്കെടുത്ത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുക എന്നുള്ളത് ഈ സംസ്ഥാന ഭാരവാഹികൾ ഏറ്റെടുത്തൊരു വലിയ പദ്ധതിയായി മാറിയിട്ടുണ്ട്. ഓഡിറ്റർമാരെ കൈവശപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ കണക്കുകൾ വെട്ടിച്ചുകൊണ്ട് താഴെ തട്ടിലുള്ള പ്രവർത്തകരെ ഈ വിഷയം അറിയിക്കാതിരിക്കാൻ ഇതിൻ്റെ മേൽത്തട്ടിലെ ഭാരവാഹികൾ കഴിഞ്ഞ 14 വർഷമായി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ കൊള്ള സർക്കാരും അറിയാതെ പോയത്. കേരളത്തിൻ്റെ മുഴുവൻ വ്യാപാര സമൂഹത്തെയും വെട്ടിച്ചുകൊണ്ട് ഈ നടത്തുന്ന തട്ടിപ്പ് തുകകൾ സ്വന്തം കുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ഇതിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ. എന്നിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് ഇതെല്ലാം ഞങ്ങളെ പൊളിക്കാൻ വേണ്ടി ഈ സംഘടനയുടെ ചില ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. എന്തുകൊണ്ട് സർക്കാർ നിരീക്ഷിക്കുന്നില്ല? ഇത്തരത്തിൽ സമ്മാന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിന് GST കൊടുക്കണ്ടേ? നാളിതുവരെ ഈ സംഘടന GST രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതിനിടയ്ക്ക് ഇതിൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി ഭാരവാഹിയാണെന്നോ ജില്ലാ കമ്മിറ്റി ഭാരവാഹിയാണോ ഞാൻ വാർത്ത ഇട്ടതിന് ശേഷം ഒരു ഫേസ്ബുക്കിൽ ഏതോ ഒരു വാർത്താ മാധ്യമത്തെ വിളിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ നടത്തുന്ന പദ്ധതികളല്ല സത്യസന്ധമാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ കണക്കുകളെല്ലാം തെറ്റാണല്ലോ. നിങ്ങൾ നിരത്തുന്ന കണക്കുകൾ മുഴുവൻ തെറ്റാണ്. തെറ്റായ കണക്കുകൾ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആരെടുത്താണ്? സ്വന്തം വ്യാപാര സമൂഹത്തെ തന്നെയാണ്. ആ വ്യാപാര സമൂഹം ഇത് കേട്ട് വിശ്വസിക്കുകയാണ്, വീണ്ടും പണം കൊടുക്കുകയാണ്.
അതിനെക്കുറിച്ചെല്ലാം കൃത്യമായി ഞാൻ പറഞ്ഞു. ആ ജീവകാരുണ്യ ക്ഷേമ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ തട്ടിപ്പിനെ കുറിച്ചെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വൃത്തിയായി നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നതാണ്. എന്തിനാണ് ഇങ്ങനെ തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്നത്? കുറച്ച് പേർക്ക് വളരാൻ വേണ്ടി ഒരു വലിയ സമൂഹത്തിനെ ഒറ്റിക്കൊടുക്കുക. അതിനായി നാം എന്തിനു നിന്നു കൊടുക്കണം? കേരളത്തിലെ വ്യാപാര സമൂഹം ശ്രദ്ധിക്കണം, ഉണരണം. ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടികൾ നിങ്ങൾ കൈക്കൊള്ളണം. ഈ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളെ ചോദ്യം ചെയ്തതിന് നിങ്ങൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ കോടതികളുണ്ട്, GST വകുപ്പുണ്ട്. എന്തുകൊണ്ട്? കടകളിലെല്ലാം GST നൽകുന്നുണ്ടല്ലോ. അപ്പോൾ സംഘടനയ്ക്ക് GST നൽകണ്ടേ? ഇവിടെ ക്ഷേത്രങ്ങളടക്കം GSTയുടെ പരിധിയിലാണ്. അപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റുകളൊന്നും GSTയുടെ പരിധിയിൽ വരേണ്ടതാണോ ഇവർ പറയുന്നത്? ഈ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ഈ തുക എങ്ങോട്ട് കൊണ്ടുപോകുന്നു? അവരെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഓഡിറ്റ് ചെയ്ത കണക്കുകളിനകത്തെല്ലാം കൃത്യമായി ഞങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റുകൾ സമർപ്പിച്ചിട്ടില്ലെന്ന് ഓഡിറ്റർമാർ തന്നെ പറയുന്നുണ്ട്. എന്തൊരു തട്ടിപ്പാണ് ഇവർ നടത്തുന്നത്? ജാഗ്രത പുലർത്തണം വ്യാപാരികൾ. ഈ വിഷയത്തിൽ എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് ഈ കാര്യം തന്നെയാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ ജാഗ്രത പുലർത്തണം. ഈ തട്ടിപ്പുകാരെ കണ്ടെത്തണം, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. എന്തായാലും അടച്ച തുകകളൊന്നും ഇനി തിരികെ കിട്ടാൻ പോകുന്നില്ല. സംഘടനയും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ഭാരവാഹിത്വം ഒഴിഞ്ഞു പോയാൽ ഈ വലിയ 10,000 കോടി രൂപയുടെ തട്ടിപ്പ് അങ്ങ് മറന്നുപോകും. കാരണം ഇതിൻ്റെ രജിസ്ട്രേഷൻ അത്തരത്തിലുള്ള സ്പോർട്സ് ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യുന്ന പോലെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് വന്നേ വെച്ച് നാളെ രാവിലെ ഞങ്ങൾ രണ്ടുപേരുടെ ഇത് വരവും ചിലവും കാണുന്നത് ഭയങ്കര തമാശയാണ്. 35 കോടി രൂപ വന്നു, 35 കോടി രൂപയും ചിലവായി. ഈ സ്ഥാപനത്തിന് യാതൊരുവിധ അസറ്റും ഇല്ലേ? ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ അസറ്റും വേണം, ലൈബിലിറ്റിയും വേണം. വർഷാവർഷം അസറ്റ് കൂടുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷേ ലൈബിലിറ്റി അത് കൃത്യമായിട്ട് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. വന്ന തുക അതുപോലെ ഞങ്ങൾ ചിലവാക്കിയിട്ടുണ്ട്. അതിനൊരു ഓഡിറ്ററെ കൂട്ടുപിടിക്കുക, ആ കണക്കങ്ങ് സമർപ്പിക്കുക. ഈ തട്ടിപ്പാണ് നമ്മൾ അന്വേഷിക്കാൻ പോകേണ്ടത്. അത് സാധാരണക്കാർ വിചാരിച്ച അന്വേഷണം നടക്കത്തില്ല. കാരണം തലപ്പത്തിരിക്കുന്നവർ അതിൻ്റെ കളി കളിച്ചിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തിയ തട്ടിപ്പിനെ സംബന്ധിച്ച് ഇനി ഞാനൊരു വാർത്ത ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ തെളിവുകൾ എൻ്റെ കൈവശം കിട്ടിയെന്നും അതെല്ലാം വ്യാപാര സമൂഹത്തെ അറിയിക്കുന്നതിനെ ചൊല്ലിയായിരിക്കില്ല. ഇപ്പോൾ കിട്ടിയ തെളിവുകൾ തന്നെ ധാരാളം. നിങ്ങൾ നടത്തിയ ഈ തട്ടിപ്പിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെയും GST വകുപ്പിനെയും അറിയിക്കുന്നതോടൊപ്പം കേരളത്തിലെ വ്യാപാര സമൂഹത്തെ മുഴുവൻ ഞാൻ കൃത്യമായി ഈ വിഷയം അറിയിക്കുകയും മേലിൽ നിങ്ങൾ പിരിവ് നടത്തിയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പേരിലും നറുക്കെടുപ്പിലൂടെയും ഇനിയൊരു തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്ന് വ്യാപാര സമൂഹത്തെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഞാൻ ഈ നിങ്ങളുടെ തട്ടിപ്പ് അവസാനിപ്പിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.